ഷിനോജ്, വലിയ ആത്മവിശ്വാസത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഇതാ കളത്തിലിറങ്ങിയിരിക്കുന്നു. ഇന്ന് കുറച്ചുപേർ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? നാമനിർദ്ദേശ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട എങ്ങനെ പോകുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട്? മോത്തി ഓരോ ദിവസം കഴിയുന്നതോറും തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ഒന്ന് പതുക്കെ മാറി വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ നിലമ്പൂർ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസമായിട്ട് മഴയുടെ അളവ് കുറവാണ്. അതിന് പകരം വലിയ ചൂടാണ്. പ്രത്യേകിച്ച് അൻവർ മത്സരരംഗത്തേക്ക് വരുന്നു, ഒപ്പം BJPയുടെ സ്ഥാനാർത്ഥി എത്തുന്നു. അങ്ങനെ വലിയൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നിലമ്പൂര് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് LDF ക്യാമ്പിലാണ്. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം LDF വച്ച് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർക്കൊരു പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി കിട്ടുന്നു. അത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ആഘോഷത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. എന്തായാലും എം സ്വരാജ് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞത് വലിയ ആത്മവിശ്വാസം ഈ പാർട്ടി പ്രവർത്തകരിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ തനിക്ക് പിന്തുണ കിട്ടുന്നുണ്ട്. അതെല്ലാം വോട്ടായി മാറുമെന്നൊരു പ്രതീക്ഷയാണ് സ്വരാജ് പങ്കുവച്ചത്. എന്തായാലും നാമനിർദ്ദേശ പത്രിക സ്വരാജ് സമർപ്പിക്കുകയാണ്. നേരത്തെ ഇനി ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യുമെന്ന വാഗ്ദാനങ്ങളെക്കാൾ നേരത്തെ അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? മണ്ഡലത്തിലൊക്കെ എന്ത് സാന്നിധ്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പോത്തുകലിൽ ഒരുപാട് മൃതദേഹങ്ങൾ വന്നടിഞ്ഞ സമയത്തൊക്കെ എവിടെയായിരുന്നു? നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ഒരുപാട് ഭൗതിക ദേഹങ്ങൾ ആ ഭാഗങ്ങളിൽ അടിഞ്ഞിരുന്നു. പുഴയിൽ നിന്നും അത് വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആ സമയത്ത് വാർത്ത പങ്കുവച്ചാണ്. ആ സമയത്ത് സ്വരാജ് എവിടെയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയപരമായി സ്വരാജിനെതിരെ പലരും ഉന്നയിക്കുന്നുണ്ട്. അതിന് തികച്ചും മറുപടിയും പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ ഈ CPM പ്രവർത്തകർ നൽകുന്നുമുണ്ട്. ആ സമയത്ത് പ്രത്യേകിച്ച് ഈ കവളപ്പാറ ദുരന്തം ഉൾപ്പെടെ നടന്ന സമയത്തൊക്കെ തന്നെ സ്വരാജ് ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പമായിരുന്നു സ്വരാജ്. തരത്തിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതികരണം ഇപ്പോൾ LDF ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണെങ്കിൽ കൂടി കഴിഞ്ഞ കുറേ കാലം പ്രത്യേകിച്ച് ഇടയ്ക്കൊക്കെയാണ് അദ്ദേഹം ഇവിടെ വന്നു പോയിരുന്നത്. ബാക്കിയുള്ള സമയം തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നാടുമായൊരു ബന്ധമില്ല എന്നൊരു ആരോപണമാണ് പ്രതിപക്ഷമൊക്കെ തന്നെ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വന്നതും അതിന് പിന്നാലെ തന്നെ കോൺഗ്രസും UDF ഒക്കെ തന്നെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആരോപണം തന്നെയാണ്. എന്തായാലും ഇന്ന് 11 മണിക്ക് സ്വരാജ് പത്രിക സമർപ്പിക്കും. നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് പത്രിക സമർപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പ്രവർത്തകരും ജില്ലയിലെ ആകമാകമുള്ള LDF പ്രവർത്തകരൊക്കെ തന്നെ സ്വരാജിന് ഒപ്പമുണ്ടാകും. അതിനോടൊപ്പം ഇന്ന് 8 മണിക്ക് സ്വരാജിന്റെ വാഹന പര്യടനം ആരംഭിക്കും. MV ജയരാജൻ ഈ വാഹന പര്യടനം ഉദ്ഘാടനം ചെയ്യും. കോവിലകത്ത് മുറിയിൽ നിന്നാണ് ഈ പര്യടനം ആരംഭിക്കുന്നത്. 11 മണി, അതായത് ഉച്ചയ്ക്ക് മുൻപ് ഈ പര്യടനം അവസാനിച്ച് അതിനുശേഷം സ്വരാജ് പത്രിക സമർപ്പിക്കുന്നതിന് ശേഷം പോകും. തുടർന്ന് 3 മണിക്കായിരിക്കും വീണ്ടും ഈ വാഹന പര്യടനം ആരംഭിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായൊക്കെ തന്നെ PV അൻവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളൊക്കെ ഉണ്ട്. അത് UDF-നുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന വലിയ രീതിയിലുള്ള ചർച്ചകൾ, ആശങ്കകൾ, പ്രത്യേകിച്ച് ലീഗും കോൺഗ്രസുമായുള്ള ബന്ധമൊക്കെ തന്നെ വഷളാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതെല്ലാം തനിക്ക് അനുകൂലമായ വോട്ടായി മാറുമെന്ന പ്രതീക്ഷ സ്വരാജിനുണ്ട്. അതുതന്നെയാണ് LDF കേന്ദ്രങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. ആ ലീഗ് ഇന്നലെ കോൺഗ്രസിനെതിരെയും സതീശനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ മലപ്പുറത്ത് ചേർന്ന ലീഗിൻ്റെ നേതൃയോഗത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സതീശനെതിരെ ഉയർന്നത്. സതീശൻ ഏകാധിപത്യ പ്രവണത കാണിക്കുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ബന്ധം, ആ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് പരമാവധി ലീഗ് വോട്ടുകൾ കൂടി സമാഹരിക്കുക, പരമാവധി കോൺഗ്രസ് വോട്ടുകൾ കൂടി സമാഹരിക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കും ഈ LDF ഇപ്പോൾ കടന്നിട്ടുണ്ട്. ശരി.